എല്ലാവർക്കും ലേൺ വിത്ത് ലക്ഷ്മിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ജോഗ്രഫിയിൽ നദികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്കറിയാം നദികൾ എന്ന് പറയുന്നത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് അതിനകത്തുനിന്ന് വരാറുണ്ട്. കേരള ജോഗ്രഫിന്ന് നദികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ ഞാൻ അപരനാമങ്ങൾ, മൂലകങ്ങളുടെ അപരനാമങ്ങൾ എന്നുള്ള ക്ലാസ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്യുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നദികളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. നദികൾ എന്താണ്? നദികൾ എന്ന് പറഞ്ഞാൽ എന്താ? സർക്കാരിൻ്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ ആയ പുഴകളെയാണ് നമ്മൾ നദിയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുക. അതായത് 15 കിലോമീറ്ററിൽക്കാളും കൂടുതലുള്ള 15 കിലോമീറ്ററോ അതിൽ കൂടുതലോ ആയ പുഴകളെയാണ് നമ്മൾ നദിയുടെ കണക്കിൽപ്പെടുത്തുക. അപ്പോൾ അങ്ങനെയാണ് കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നദികളുണ്ട് കേരളത്തിൽ. എത്ര നദികളാണുള്ളത്? 44 നദികളാണ് കേരളത്തിൽ ടോട്ടലായിട്ടുള്ളത്. അതിൽ 41 എണ്ണം എങ്ങോട്ടാണ്? 41 എണ്ണം പടിഞ്ഞാറോട്ടും ബാക്കി 3 എണ്ണം കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. 41 എണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, 3 എണ്ണം കിഴക്കോട്ട് ഒഴുകുന്നു. ടോട്ടൽ 44 നദികളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താ നദികളെ പറ്റിയുള്ള പഠനം എന്താണ്? പോട്ടമോളജി. നദികളെ പറ്റിയുള്ള പഠനമാണ് എന്ത്? പോട്ടമോളജി. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. നദികളെ പറ്റിയുള്ള പഠനമാണ് പോട്ടമോളജി. അതിൽ ടോട്ടൽ നദികൾ 44 നദികളാണ്. 15 കിലോമീറ്റർ കൂടുതലുള്ള എല്ലാ പുഴകളെയും നമ്മൾ നദികളുടെ പട്ടികയിലാണ് പെടുത്തുക. 44 നദികൾ, 41 എണ്ണം പടിഞ്ഞാറോട്ടും 3 എണ്ണം കിഴക്കോട്ടും ഒഴുകുന്നു. ഈ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ ഏതൊക്കെയാ? കബനി, ഭവാനി, പാമ്പാർ. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഈ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. അതിൽ ഈ കബനി, ഭവാനി, പാമ്പാറിൽ ഏറ്റവും വലിയ നദി, അതിലേക്ക് ചോദിക്കാം കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോവരുത്. ഏതാണ്? കബനി. അതായത് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ, ആകെ 3 നദികളെ കിഴക്കോട്ട് ഒഴുകുന്നുള്ളൂ. ആ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ചോദിച്ചാണ് അത് കബനിയാണ്. നമുക്ക് ഇത്രയും 44 നദികളിൽ എല്ലാ നദികളെ പറ്റി ഒന്നും പഠിക്കാനില്ല കേട്ടോ. PSC ചോദിക്കാൻ PSCക്ക് ഇഷ്ടമുള്ള ഒരു നദികളുണ്ട്, കുറച്ച് 10 നദികൾ. ആ 10 നദികളാണ് കൂടുതലും ചോദിക്കാറുള്ളത്. അപ്പം അടുത്ത ക്ലാസ് തൊട്ട് ഞാൻ ഓരോ നദികളുടെയും പോഷക നദികൾ, അതിൻ്റെ ഉത്ഭവസ്ഥാനം, അതിൻ്റെ പതനസ്ഥാനം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോ നദികളെ പറ്റിയും അടുത്ത ക്ലാസ് തൊട്ട് ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നദികളെ പറ്റിയുള്ള പഠനമാണ് പോട്ടമോളജി. 44 നദികൾ, അതിൽ 41 എണ്ണം പടിഞ്ഞാറോട്ടും 3 എണ്ണം കിഴക്കോട്ടും. 3 എണ്ണം കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ 3 എണ്ണം ഉണ്ട് കബനി, ഭവാനി, പാമ്പാർ. അതിൽ ഏറ്റവും വലുത് കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുതാണ് ഏത്? കബനി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. അതായത് ഏറ്റവും നീളം കൂടിയ നദി 244 കിലോമീറ്റർ ആണ് നീളമുള്ളത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയോ? മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മഞ്ചേശ്വരം പുഴയ്ക്ക് വേറൊരു പ്രത്യേകതകളുണ്ട്. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദിയും മഞ്ചേശ്വരം പുഴ തന്നെയാണ്. ഏതാണ്? വടക്കേ അറ്റത്തെ നദിയും മഞ്ചേശ്വരം പുഴ തന്നെയാണ്. ഏറ്റവും നീളം കുറഞ്ഞ നദിയും മഞ്ചേശ്വരം പുഴയാണ്. അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് PSC ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതായത് ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ചോദിക്കുവാണ് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയും ചോദിച്ചാൽ ഓപ്ഷനിൽ എന്താണ്? ഈ മഞ്ചേശ്വരം പുഴയും കാണും. ഓർത്തിരിക്കുക, ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് ചോദിച്ചാൽ അത് മഞ്ചേശ്വരം പുഴയല്ല, അയിരൂർ പുഴയാണ്. ഏതാണ്? അയിരൂർ പുഴ. 17 കിലോമീറ്ററേ ഉള്ളൂ നീളം. അയിരൂർ പുഴയാണ് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദിയും ഏറ്റവും ചെറിയ നദിയും മഞ്ചേശ്വരം പുഴയാണ്. അപ്പോൾ കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി ഏതാണ്? തെക്കേ അറ്റത്തെ നദി ഏതാണ്? നെയ്യാറാണ് കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി. അതായത് നമ്മൾ ഏതൊക്കെ പഠിച്ചു ഇപ്പം? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്, നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ്, ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ എന്ന് പറഞ്ഞാൽ അയിരൂർ പുഴയാണ്, കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ പുഴ മഞ്ചേശ്വരം പുഴയും തെക്കേ അറ്റത്തെ പുഴ നെയ്യാറുമാണ്. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതൊക്കെ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പം ഡീറ്റെയിൽഡായിട്ട് ഓരോ നദികളെ എടുത്തെടുത്ത് അടുത്ത ക്ലാസ്സിൽ ഇടുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എടുത്ത് ഈ ക്ലാസ്സിൽ അങ്ങ് പറയുന്നേ ഉള്ളൂ. എന്താണ്? ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പയാണ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി. അങ്ങനെയാണെങ്കിൽ ഈ ദക്ഷിണ ഭാഗീരഥി പമ്പയെ പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പമ്പ തന്നെയാണ്. അതായത് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദിയും പമ്പയാണ്. അതായത് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അതും
പമ്പ തന്നെയാണ് കേട്ടോ. ഓക്കെ, കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിന്റെ മഞ്ഞ നദി. ഏതാണ്? കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത്. ഈ മഞ്ഞ നദി കുറ്റ്യാടിപ്പുഴയെ നമ്മൾ മൂരാട് പുഴ എന്നും അറിയപ്പെടാറുണ്ട്. അതായത് മൂരാട് പുഴ എന്നറിയപ്പെടുന്നതും കുറ്റ്യാടിപ്പുഴ തന്നെയാണ്. കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നതും കുറ്റ്യാടിപ്പുഴ തന്നെയാണ്. ഓക്കെ, ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മയ്യഴിപ്പുഴയാണ്. ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മയ്യഴിപ്പുഴ. ഓക്കെ, ഈ മയ്യഴിപ്പുഴയാണ് മാഹിയെയും തലശ്ശേരിയെയും തമ്മിൽ വേർതിരിക്കുന്ന പുഴ ഏതാണെന്ന് ചോദിച്ചാലും അത് മയ്യഴിപ്പുഴ തന്നെയാണ്. ഈ മയ്യഴിപ്പുഴ പതിക്കുന്നത് വയനാട്ടിലാണ്. വയനാടാണ് അതിൻ്റെ പതനസ്ഥാനം. മയ്യഴിപ്പുഴയുടെ പതനസ്ഥാനം വയനാടാണ്. മാഹിയെയും തലശ്ശേരിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദി മയ്യഴിപ്പുഴ തന്നെയാണ്. ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയാണ്. ഒരുപാട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആട്ടോ ഈ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ ഏതാണ്, മഞ്ഞ നദി ഏതാണെന്നൊക്കെ. ഓക്കെ, പയസ്വിനി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പയസ്വിനി. ചന്ദ്രഗിരി പുഴയാണ് പയസ്വിനി എന്നറിയപ്പെടുന്നത്. ഏതാണ്? ചന്ദ്രഗിരി പുഴയാണ് പയസ്വിനി എന്നറിയപ്പെടുന്ന നദി. അങ്ങനെയാണെങ്കിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കുന്തിപ്പുഴയാണ്. ഏതാണ്? കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി കുന്തിപ്പുഴ. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും മാലിന്യം കുറഞ്ഞ നദി ഏതാണെന്ന് ചോദിച്ചാൽ അതും കുന്തിപ്പുഴ തന്നെയാണ്. സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാലും മാലിന്യം കുറഞ്ഞ നദി എന്ന് ചോദിച്ചാലും കുന്തിപ്പുഴ തന്നെയാണ്. ഇനി സൈലന്റ് വാലിയിൽ ഉത്ഭവിക്കുന്ന നദി, അതായത് സൈലന്റ് വാലി ഉത്ഭവിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്? തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ ഉത്ഭവിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴയാണ് സൈലന്റ് വാലിയിൽ ഉത്ഭവിക്കുന്ന നദി. സൈലന്റ് വാലിയിൽ കൂടെ ഒഴുകുന്ന നദി, രണ്ടും കൺഫ്യൂഷൻ ആവരുത്. അപ്പം ഈ ഉത്ഭവിക്കുന്ന നദി ചോദിച്ചാൽ അതിനകത്ത് ഓപ്ഷനിൽ കുന്തിപ്പുഴ കാണും, നേരെ പോയി മാർക്ക് ചെയ്യരുത്. സൈലന്റ് വാലിയിൽ കൂടെ ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയാണ്. ഒഴുകുന്ന നദി, സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദിയാണെങ്കിൽ കുന്തിപ്പുഴയാണ്. കേരളത്തിലെ മാലിന്യം കുറഞ്ഞ നദി ഏതാണെന്ന് ചോദിച്ചാൽ അതും കുന്തിപ്പുഴ തന്നെയാണ്. അപ്പം നദികളെപ്പറ്റി മെയിനായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരുപാട് PSCക്ക് ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാൻ ഇനി അടുത്തടുത്ത ക്ലാസ്സുകളിൽ ഇടുമ്പോൾ അതുകൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ ടോപ്പിക് ഇടുന്നത്. അപ്പം ഇനി ഓരോരോ നദികളെപ്പറ്റി, പെരിയാർ, പമ്പ, അങ്ങനെ ഓരോ നദിയെപ്പറ്റിയും എടുത്തെടുത്ത് അതിൻ്റെ നീളം എത്രയാണ്, ഉത്ഭവിക്കുന്നത്, പതനസ്ഥാനം, അങ്ങനെയെല്ലാം ഞാൻ ഈ അടുത്ത ക്ലാസ്സിനോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. എൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.